ഞാൻ ബ്രഹ്മദാസ്. ഇന്ന് SEOയുമായിട്ട് ബന്ധപ്പെട്ട പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ SEO റിലേറ്റഡ് ആയിട്ടുള്ള ഈ വീഡിയോയിൽ ഞാൻ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് SEO ഓൺ പേജ് ഒപ്റ്റിമൈസേഷൻ ചെയ്യുമ്പോൾ നമ്മൾ കണ്ടന്റ് ഒപ്റ്റിമൈസേഷനിൽ നടത്തുന്ന ചില കീവേഡ് അറേഞ്ച്മെൻറ്റ്സ്, ഓൺ പേജ് ഒപ്റ്റിമൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ചില ടിപ്സ് ആൻഡ് ഗൈഡ് ലൈൻസ് ആണ്. ഈ ടിപ്സും ഗൈഡ് ലൈൻസും ഫോളോ ചെയ്യുന്നത് ഒരു പരിധിവരെ പല കോമ്പറ്റീറ്റേഴ്സിൻ്റെയും പിന്തള്ളി നിങ്ങളുടെ റാങ്കിങ്ങിന് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഘടകങ്ങളാണ്. ബേസിക് ആയിട്ടുള്ള പല പ്രാക്ടീസുകളും നിങ്ങളെപ്പോലെയുള്ള SEOമാർ നിങ്ങളെ കോമ്പറ്റീറ്റേഴ്സ് വെബ്സൈറ്റിനകത്ത് ചെയ്യുമ്പോഴും അവരുടെ കൂടെ ഒപ്പത്തിനൊപ്പം നിങ്ങൾ കോമ്പറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു അവസരത്തിൽ അവരെക്കാളും കുറച്ചുകൂടെ മെച്ചം നിങ്ങളുടെ വെബ്സൈറ്റുകളിൽ ഉണ്ടാകാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഘടകങ്ങളാണ് ഞാൻ ഇന്നത്തെ ഓൺ പേജ് ഒപ്റ്റിമൈസേഷനകത്തുള്ള കണ്ടൻറ്റ് ഒപ്റ്റിമൈസേഷനായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ചില ടിപ്സ്. കണ്ടൻറ്റ് ഒപ്റ്റിമൈസേഷൻ ചെയ്യുമ്പോൾ ചെയ്യേണ്ട പല കാര്യങ്ങളെ പറ്റി ഇതിനു മുമ്പുള്ള വീഡിയോകളിൽ ഞാൻ ചർച്ച ചെയ്തതാണ്. H1, H2, H3, ആങ്കർ ടെക്സ്റ്റ്, അങ്ങനെയുള്ള പല സംഭവങ്ങളെ പറ്റി. എന്നാൽ കീവേഡിൻ്റെ കുറച്ചുകൂടെ കൺസിസ്റ്റൻസി കൂട്ടാൻ വേണ്ടി, കീവേഡിൻ്റെ ഒരു സാധ്യത റാങ്ക് ചെയ്യാനുള്ള നമ്മളെ കീവേഡിന് കൂടുതൽ മെച്ചപ്പെട്ട റാങ്കിങ് കിട്ടാൻ വേണ്ടി ഉപയോഗപ്രദമായിട്ടുള്ള ചില ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നത്. ഒന്നാമത്, നിങ്ങൾ പബ്ലിഷ് ചെയ്യുന്ന പേജിനകത്ത് കീവേഡ് 1-2 ആവർത്തിയെങ്കിലും ഉണ്ടാകണമെന്നുള്ളത് ഞാൻ ആൾറെഡി പറഞ്ഞ വിഷയമാണ്. ഇതേ കീവേഡ് നിങ്ങളുടെ പേജിനകത്ത് ഒരു ചില പ്രത്യേക രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റാങ്കിങ്ങിൽ മെച്ചം കിട്ടാനുള്ള സാധ്യതയുണ്ട്. അത് ഉപയോഗിക്കുന്ന രീതിയും ഉപയോഗിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ലോജിക്കൽ സൈഡുമാണ് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. എപ്പോഴും നിങ്ങളുടെ പേജിൻ്റെ കണ്ടന്റ് അറേഞ്ച് ചെയ്യുമ്പോൾ കീവേഡുകൾ ആൾക്കാരുടെ ശ്രദ്ധയിൽ പെട്ടെന്ന് വരാൻ സാധ്യതയുള്ള രീതിയിൽ അറേഞ്ച് ചെയ്യുന്നത് വളരെ ഉചിതമാണ്. നിങ്ങളുടെ കീവേഡ് ഒരു യൂസറിൻ്റെ, വിസിറ്ററിൻ്റെ ശ്രദ്ധയിൽ പെട്ടെന്ന് വരാൻ സാധ്യതയുള്ള രീതിയിൽ നിങ്ങളുടെ പേജിനകത്ത് ഉണ്ടെങ്കിൽ അത് അവിടെ ഒത്തിരി പ്രാധാന്യം നിങ്ങളുടെ കീവേഡിന് കിട്ടുകയും റാങ്കിങ് ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. ഒന്നാമത്തേത്, നിങ്ങൾ പബ്ലിഷ് ചെയ്യുന്ന പേജിൻ്റെ കീവേഡ് ഒരു ഫുൾ സ്റ്റോപ്പിന് മുമ്പിലോ കോമയ്ക്ക് മുമ്പിലോ വരുന്ന രീതിയിൽ കണ്ടന്റിനകത്ത് അറേഞ്ച് ചെയ്യുന്നത് ഒരു പരിധിവരെ നിങ്ങളുടെ പേജിൻ്റെ റാങ്കിങ്ങിന്, ആ കീവേഡിന് റാങ്ക് ചെയ്യാനുള്ള സാധ്യത കൂട്ടും. ഒരിക്കൽ കൂടെ ഞാൻ അതിൻ്റെ ടിപ്പ് പറയാം. നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന പേജിനകത്ത് കണ്ടന്റ് അറേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന കീവേഡ് എന്താണോ ആ കീവേഡ് ഒരു കോമയ്ക്ക് മുമ്പിലോ ഫുൾ സ്റ്റോപ്പിന് മുമ്പിലോ വരുന്ന രീതിയിൽ കണ്ടന്റിനകത്ത് അറേഞ്ച് ചെയ്യുന്നത് വളരെ ഉചിതമാണ്. ഫോർ എക്സാമ്പിൾ, SEO കമ്പനി കൊച്ചി എന്നുള്ളതാണ് നമ്മുടെ ഫോക്കസിങ് കീവേഡ് എങ്കിൽ SEO കമ്പനി കൊച്ചി എന്നുള്ള കീവേഡിന് വേണ്ടി നിങ്ങൾ നിലനിർത്തുന്ന, ഒപ്റ്റിമൈസ് ചെയ്യുന്ന ഒരു പേജിനകത്ത് കണ്ടന്റ് അറേഞ്ച് ചെയ്യുമ്പോൾ SEO കമ്പനി കൊച്ചി എന്ന് പറയുന്ന നിങ്ങളുടെ ഫോക്കസിങ് കീവേഡ് ഒരു കോമയ്ക്ക് മുമ്പിൽ വരുന്ന രീതിയിലോ ഒരു ഫുൾ സ്റ്റോപ്പിന് മുമ്പിൽ വരുന്ന രീതിയിലോ കണ്ടന്റ് പോർഷൻ, ബോഡി പോർഷനകത്തുള്ള കണ്ടന്റിനകത്ത് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വളരെ രീതിയിൽ ആ കീവേഡിനെ റാങ്ക് ചെയ്യാനുള്ള സാധ്യത കുറച്ചുകൂടെ കൂട്ടും. എന്താണ് ഇതിൻ്റെ ലോജിക്കൽ സൈഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന പേജിനകത്തുള്ള കണ്ടന്റ് ഗൂഗിൾ ക്രോൾ ചെയ്യുന്നത് ഒരു യൂസർ റീഡ് ചെയ്യുന്ന അതേ രീതിയിൽ ക്രോൾ ചെയ്ത് പോകുമ്പോൾ അവിടെ ഒരു യൂസർ ഒരു ഫുൾ സ്റ്റോപ്പിന് മുമ്പിൽ വരുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യുകയും, അല്ലെങ്കിൽ ഫുൾ സ്റ്റോപ്പ് വരുന്ന സമയത്ത് ഫുള്ളായിട്ട് സ്റ്റോപ്പ് ചെയ്യും, ഒരു കോമയ്ക്ക് മുമ്പിൽ വരുമ്പോഴത്തേക്ക്, കോമ എത്തുമ്പോഴത്തേക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യുന്നു ഒരു യൂസർ റീഡ് ചെയ്യുമ്പോൾ. അതേ രീതിയിൽ ഗൂഗിൾ നിങ്ങളുടെ പേജിനകത്തുള്ള കണ്ടന്റിനെ ക്രോൾ ചെയ്തു പോകുമ്പോൾ നിങ്ങളുടെ പേജിൻ്റെ കണ്ടന്റിൽ ആ കീവേഡ് വരുന്ന സമയത്ത്, കീവേഡ് കഴിഞ്ഞ ഉടനെയാണ് ഒരു കോമ വരുന്നതെങ്കിലോ കീവേഡ് കഴിഞ്ഞ് ഫുൾ സ്റ്റോപ്പ് വരുമ്പോഴോ ആ ബോട്ട്സ് ആ കീവേഡിലെത്തി ഒന്ന് സ്റ്റോപ്പ് ചെയ്യുന്നു അല്ലെങ്കിൽ ഫുള്ളായിട്ട് സ്റ്റോപ്പ് ചെയ്യുന്നു. അവിടെ ആ കീവേഡിന് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഇംപ്രൂവൈസ് ചെയ്ത് റാങ്കിങ് വരാനുള്ള സാധ്യത, ആ നമ്മുടെ പേജിൻ്റെ കണ്ടന്റ് ആ കീവേഡുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ഒരു ഇൻഫോ ഗൂഗിളിന്, വെബ് ക്രോളേഴ്സിന് കൊടുക്കാനുള്ള ഒരു സാധ്യത അവിടെ നമുക്ക് കൂടുതലായിട്ട് തുറന്നു കിട്ടുന്നു. അത് നമുക്ക് റാങ്കിങ്ങിനകത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഘടകമാണ്. ഇനി നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന പേജിനകത്ത് കണ്ടന്റ് യൂസേഴ്സിന് വളരെ ഈസി ആയിട്ട് റീഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യുന്നത് വളരെ നല്ലതാണ്. സിമ്പിൾ സെൻറ്റൻസ് ആയിട്ട് എഴുതുന്നത്, നിങ്ങളുടെ പേജിനകത്തുള്ള കണ്ടന്റ് ഒരു വലിയ പാരഗ്രാഫായിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ ഇടയ്ക്ക് വരുന്ന ചില ലൈനുകളിൽ 1-2 വാക്കുകൾ ബോൾഡാക്കി കൊടുക്കുന്നത് റീഡേഴ്സിന് ലൈൻ തെറ്റാതെ, ഒമിറ്റ് ചെയ്യാതെ, റിപ്പീറ്റ് ചെയ്യാതെ വായിക്കാനുള്ള ഒരു സഹായം ചെയ്യുന്നതായിട്ട് ഗൂഗിളിൻ്റെ തന്നെ ഒഫീഷ്യൽ വീഡിയോയ്ക്കകത്ത് അവർ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഘടകമാണ്. അപ്പോൾ നമുക്ക് പേജിനകത്തുള്ള കണ്ടന്റ് അറേഞ്ച് ചെയ്യുമ്പോൾ ബോർഡ്സിന് മാത്രം അറേഞ്ച് ചെയ്യാതെ വരുന്ന ഒരു യൂസറിന് ഈസി ആയിട്ട് വായിക്കാൻ പറ്റുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യുന്നത് വളരെ ഉചിതമാണ്. കൊടുക്കുന്ന സെൻറ്റൻസുകൾ സിമ്പിളാക്കണം എന്ന് ഞാൻ പറഞ്ഞു. കീവേഡിൻ്റെ പ്രസൻസ് നോക്കണമെന്ന് പറഞ്ഞു. കൊടുക്കുന്ന സെൻറ്റൻസുകൾ, ഇനി നമ്മൾ കൊടുക്കുന്ന ഫോണ്ട്
യൂസറിന് വളരെ ഹൃദ്യമായിട്ടുള്ള രീതിയിൽ അവരുടെ കണ്ണുകൾക്ക് ഒരു സ്ട്രെയിൻ കൊടുക്കാത്ത ഈസി ആയിട്ട് വായിക്കാൻ പറ്റുന്ന രീതിയിൽ ഫോണ്ട് അറേഞ്ച് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. ഇത് ശരിക്കും ഒരു വെബ്സൈറ്റ് ഒപ്റ്റിമൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഒരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുന്ന ഡെവലപ്പ് ചെയ്യുന്ന ഡെവലപ്പേഴ്സ് ശ്രദ്ധിക്കേണ്ട കാര്യം കൂടിയാണ്, അല്ലെങ്കിൽ ഡിസൈനേഴ്സ് ശ്രദ്ധിക്കേണ്ട കാര്യം കൂടിയാണ്. ഈ നമ്മൾ കൊടുക്കുന്ന ഫോണ്ട് ശരിക്കും ലെജിബിൾ ആയിട്ടുള്ള റീഡ് ചെയ്യാൻ ഈസിനെസ് കൊടുക്കുന്ന ഒരു ഫോണ്ടായിട്ട് അറേഞ്ച് ചെയ്തത്. ശരിക്കും അത് SEOക്കാരെയും ബാധിക്കുന്ന ഘടകമാണ്. നമ്മൾ വെബ് പേജിൽ എത്തുന്ന ഒരു യൂസർ നമ്മളെ കണ്ടന്റ് വായിക്കാതെ പെട്ടെന്ന് പോകാനുള്ള സാധ്യത ആ ഫോണ്ടിൻ്റെ റീഡബിലിറ്റി പ്രോബ്ലം കൊണ്ട് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ വെബ്സൈറ്റിൻ്റെ SEOനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന പേജിനകത്ത് നമ്മൾ കണ്ടന്റ് അറേഞ്ച് ചെയ്യുമ്പോൾ കണ്ടന്റിൻ്റെ ഫോണ്ട് വളരെ ലെജിബിളാകുന്ന, നല്ല രീതിയിൽ ഈസി ആയിട്ട് റീഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു സൂത്തിങ് ആയിട്ടുള്ള ഒരു കളർ ഇതിലോ കോമ്പിനേഷനിലോ അല്ലെങ്കിൽ ഒരു ഫോണ്ട് സ്റ്റൈലോ ഉപയോഗിക്കുന്നതും ഒക്കെ വളരെ ഉചിതമാണ്. ആൾക്കാർക്ക് സ്ട്രെയിൻ കൊടുക്കുന്ന രീതിയിലുള്ള കണ്ടന്റ് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ അധിക സമയം വെബ് പേജിലകത്ത് സ്പെൻഡ് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ നെഗറ്റീവായിട്ട് നമ്മുടെ വെബ്സൈറ്റിനെ അതിൻ്റെ റാങ്കിങ് നെഗറ്റീവായിട്ട് നമ്മുടെ വെബ്സൈറ്റിൻ്റെ റാങ്കിങ്ങിനെ നെഗറ്റീവായിട്ട് അത് ബാധിക്കും എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റിനകത്ത് എത്തുന്ന ആൾക്കാർ കൂടുതൽ സമയം വെബ് പേജിനകത്ത് സ്പെൻഡ് ചെയ്യുന്നത് നമുക്ക് വളരെ ഉചിതമാണെന്നുള്ള കാര്യം നിങ്ങൾ വിട്ടുപോകരുത്. ഒരു യൂസറിന് കൂടി വേണ്ടി നമ്മൾ കണ്ടന്റ് അറേഞ്ച് ചെയ്യുക. ഫോണ്ടുകൾ വളരെ ലെജിബിളായിട്ടുള്ള, വളരെ അട്രാക്റ്റീവ് എന്ന് പറയുമ്പോൾ നമുക്ക് വായിക്കാൻ എളുപ്പത്തിനുള്ള ഫോണ്ട് ഉപയോഗിക്കാം. ഇനി ഫോണ്ടിൻ്റെ തന്നെ ഒരു റീഡബിലിറ്റി നമ്മൾ ഡിവൈസിനനുസരിച്ച് ഫോണ്ട് സൈസൊക്കെ അഡ്ജസ്റ്റ് ആകുന്ന ഒരു മെക്കാനിസം ബൂട്ട്സ്ട്രാപ്പിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഡിവൈസ് കമ്പാറ്റബിലിറ്റി നോക്കുമ്പോൾ തന്നെ ഫോണ്ട് ലെജിബിലിറ്റി ടാപ്പ് ചെയ്യാതെ സൂം ചെയ്യാതെ തന്നെ ഫോണ്ട് റീഡബിൾ ആക്കുക, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ പേജ് നമ്മുടെ വെബ്സൈറ്റിലേക്ക് ഇപ്പോൾ വിസിറ്റ് വരുന്ന ഒരു നമ്പർ ഓഫ് വിസിറ്റ് ഒരു 100 വിസിറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ വിസിറ്റ് വരുന്നത് മൊബൈൽ ഡിവൈസുകളിൽ നിന്നും ഹാൻഡി ഡിവൈസുകളിൽ നിന്നാണ്. അപ്പോൾ മൊബൈൽ ഡിവൈസിലാണ് കൂടുതൽ യൂസേഴ്സ് നമ്മുടെ വെബ്സൈറ്റിൽ എത്താൻ സാധ്യത എന്നുള്ളത് കൊണ്ട് മൊബൈലിൽ നമ്മുടെ വെബ് പേജ് എത്രത്തോളം ഭംഗിയാകുന്നോ, മൊബൈലിൽ വരുന്ന ആൾക്കാർക്ക് എത്ര ഈസി ആയിട്ട് വായിക്കാൻ പറ്റുന്നോ, സിമ്പിളായിട്ട് നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നോ ആ രീതിയിൽ കണ്ടന്റ് അറേഞ്ച് ചെയ്യുന്നതിന് മുൻഗണന കൊടുക്കുക. ഡിവൈസിൽ അല്ലെങ്കിൽ നമ്മൾ ഡെസ്ക്ടോപ്പിലോ കമ്പ്യൂട്ടറിലോ ഒക്കെ വരുന്ന ആൾക്കാരുടെക്കാളും ഗണ്യമായിട്ട് കുറവ് വെബ്സൈറ്റിനകത്ത് വരുന്ന വിസിറ്റേഴ്സിൻ്റെ എണ്ണത്തിനകത്തും ഉണ്ട്. ഇപ്പോൾ കൂടുതൽ വരുന്ന വിസിറ്റേഴ്സും മൊബൈൽ ഡിവൈസുകളിൽ വരുന്ന വിസിറ്റേഴ്സ് ആയതുകൊണ്ട് ആ മൊബൈൽ ഡിവൈസുകളിൽ നിങ്ങളെ വെബ് പേജിൻ്റെ കണ്ടന്റിന് കൂടുതൽ പ്രാധാന്യം യൂസേഴ്സിന് റീഡ് ചെയ്യാൻ പറ്റുക, ടാപ്പ് ചെയ്യാതെയോ സൂം ചെയ്യാതെയോ തന്നെ റീഡ് ചെയ്യാൻ പറ്റുക, ആ ഡിവൈസിൻ്റെ സ്ക്രീൻ സൈസ് അനുസരിച്ച് അതിൻ്റെ ഫോൺ സൈസ് അഡ്ജസ്റ്റ് ആവുന്ന മെക്കാനിസം അഡോപ്റ്റ് ചെയ്യുക. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൂടുതൽ റാങ്കിങ്ങിനുള്ള സാധ്യത കൂട്ടും ഉറപ്പായിട്ടും. അവിടെ ഗൂഗിൾ റാങ്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ വെബ് പേജ് ഫോണ്ട് റീഡബിൾ ആണോ, ഫോണ്ടിൻ്റെ ആ കളറും ബാക്ക്ഗ്രൗണ്ട് കളറും ഒക്കെ യൂസറിൻ്റെ കണ്ണിന് കൂടുതൽ സ്ട്രെയിൻ കൊടുക്കാത്തതാണോ, ഇതൊക്കെ കാര്യങ്ങൾ പ്രത്യേകിച്ച് നിങ്ങളുടെ വെബ്സൈറ്റിൽ വരുന്ന യൂസർ കൺസിഡർ ചെയ്യുന്നത് കൊണ്ട് അത് നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ റാങ്കിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന ഘടകങ്ങൾ തന്നെയാണ്. അവിടെ നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ കോമ്പറ്റീറ്റേഴ്സ് ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സംഭവമാണെങ്കിൽ അവിടെ വരുന്ന വിസിറ്റേഴ്സൊക്കെ പെട്ടെന്ന് പോകുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊരു അവരെ ഔട്ട് റാങ്ക് ചെയ്ത് അവരെക്കാളും മുമ്പിലേക്ക് കയറാനുള്ള ഒരു ലൂപ്പ് ഹോളായിട്ടാണ് നിങ്ങൾ കാണേണ്ടത്. അപ്പോൾ നിങ്ങളുടെ വെബ്സൈറ്റിനകത്തുള്ള കണ്ടന്റ് അറേഞ്ച് ചെയ്തതിനകത്ത് ഫോണ്ടിൻ്റെ സൈസ്, കളറ്, ഇതൊക്കെ അതിൻ്റെ കോമ്പിനേഷൻസ് ഒക്കെ നിങ്ങൾ വളരെ ഭംഗിയായിട്ട് ഡിവൈസിൽ, അത് മൊബൈലിലൊക്കെ പല പ്രാവശ്യം ടെസ്റ്റ് ചെയ്ത് മൊബൈലിലൊക്കെ പല ആൾക്കാരെ കൊണ്ട് റീഡ് ചെയ്യിച്ച് പല കോൺട്രാസ്റ്റിങ്ങിലും ബ്രൈറ്റ്നസ്സിലും ഒക്കെ റീഡ് ചെയ്യിച്ച് ഓക്കെ ആക്കിയാൽ ഒരു പരിധിവരെ നിങ്ങളുടെ വെബ്സൈറ്റിലെത്തുന്ന യൂസേഴ്സ് വീണ്ടും കൂടുതൽ സമയം അവിടെ നിൽക്കാനുള്ള അവസരവും അവർക്ക് എന്തെങ്കിലും ഇൻട്രാക്ഷൻ നടത്താനുള്ള അവസരവും അവിടെ തുടർന്ന് കിട്ടുന്നു. കൂടുതൽ ഇൻട്രാക്ഷൻ നടത്തുന്ന വെബ്സൈറ്റുകൾ റാങ്കിങ്ങിൽ കുറച്ചുകൂടെ മെച്ചപ്പെടുമെന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അതിനെ അവഗണിച്ചുകൊണ്ട് ഒരിക്കലും നിങ്ങൾ SEO ഒപ്റ്റിമൈസേഷൻസ് മുമ്പോട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് പഠിച്ച കാര്യങ്ങൾ കണ്ടന്റ് ഒപ്റ്റിമൈസേഷനാണ്. കീവേഡുകൾ ഒരു കോമയ്ക്ക് മുമ്പിലോ ഫുൾ സ്റ്റോപ്പിന് മുമ്പിലോ വരുന്ന രീതിയിൽ കണ്ടന്റ് അറേഞ്ച് ചെയ്യുന്നത് നല്ലതാണെന്ന് പറഞ്ഞു. ഇനി പേജിനകത്ത് കണ്ടന്റ് അറേഞ്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കണ്ടന്റും കീവേഡിൻ്റെ ഒരു പ്രസൻസും അതിൻ്റെ ഒരു സാധ്യത നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാർക്ക് കണ്ടന്റിനകത്ത് സൈസ് കൂടിയ പാരഗ്രാഫുകൾ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ പാരഗ്രാഫിനകത്ത് നടുക്ക് വരുന്ന ഏതെങ്കിലും ലൈനുകളിൽ ഏതെങ്കിലും വേർഡ്സ് ബോൾഡാക്കി കൊടുക്കുന്നത് വളരെ ഉചിതമാണെന്ന് മനസ്സിലാക്കുക. ഇനി ചില നിങ്ങളുടെ ഫോക്കസ് ചെയ്യുന്ന കീവേഡോ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ടേംസോ അതിൻ്റെ സിനോനിംസോ നിങ്ങൾ ബോൾഡാക്കി കൊടുക്കുന്നത് വഴി ആ കണ്ടന്റ് ആദ്യമേ തന്നെ ആ യൂസറിന് എന്ത് ടോപ്പിക്കിനെ പറ്റിയുള്ളതാണെന്ന ഒരു ഐഡിയ തുടക്കത്തിൽ തന്നെ കൊടുക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഘടകമാണ്. ഇതൊക്കെ നിങ്ങളുടെ വെബ് പേജിനകത്ത് എത്തുന്ന യൂസറിനെ കൂടുതൽ ഈസി ആക്കി നിങ്ങളുടെ പേജിനെ വായിക്കാനോ കണ്ടന്റ് വായിക്കാനോ ഹെൽപ്പ് ചെയ്യുന്ന ഘടകങ്ങളാണ്. ആ രീതിയിൽ നിങ്ങൾ പേജിൻ്റെ കണ്ടന്റ് നിലനിർത്തുകയും അതിനകത്ത് കീവേഡിൻ്റെ സംഭവങ്ങളും ഈ ബോൾഡാക്കി കൊടുക്കുന്നതും ഒക്കെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലതാണ്. ഇനി H3 H4 പോലുള്ള സംഭവങ്ങളിൽ നിങ്ങൾ കീവേഡ് കൊടുക്കുന്നതിനെ പറ്റി ഓൾറെഡി ഞാൻ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ H3 H4 പോലെയുള്ള ഒരു
സബ് ഹെഡിങ്ങുകളിനകത്ത് നിങ്ങൾ കീവേഡ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും അവിടെ നിന്നൊരു ലിങ്ക് വേറൊരു പുറത്തേക്കുള്ള ഒരു പേജിലേക്ക് കൊടുക്കാൻ ഒരിക്കലും ശ്രമിക്കരുത്. അങ്ങനെ റിലേറ്റഡ് ടേമിലോ സിനോണിംസിലോ പുറത്തേക്കൊരു ലിങ്ക് നിങ്ങളുടെ H3 H4 പോലുള്ള സബ് ഹെഡിങ്ങുകളിൽ നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ആ കീവേഡിന് നിങ്ങളുടെ റാങ്കിങ്ങിനുള്ള സാധ്യത കുറച്ചുകൂടെ കുറയ്ക്കും. ആ കീവേഡിന് നിങ്ങളുടെ പേജ് മറ്റേ പേജിനെ റെക്കമെൻഡ് ചെയ്യുന്നതായിട്ടാണ് എഫക്റ്റ് വരിക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. കൂടുതൽ SEO റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കിട്ടാനായിട്ട് നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങൾക്ക് ഈ പുതിയൊരു വീഡിയോ ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നവരെയും നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്.